മിൽക്കി മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ മഴ, അതുപോലെ ചൂടുകാലം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ സീസൺ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മഴയൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. കാര്യം ചൂട് കഴിഞ്ഞിട്ടൊരു മഴ വരുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വയനാട് സംഭവത്തിൻ്റെ ആ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ട്രാജഡി ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട്, കിടപ്പാടം മാത്രമല്ല ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്രാജഡിയാണ് അത്. എല്ലാവരുടെയും, ഏതൊരു മലയാളിയുടെയും, മലയാളി മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയും, ഇന്ത്യ ഒട്ടാകെ എല്ലാവരെയും പിടിച്ചു കുലുക്കുകയും മനസ്സ് ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്ത അനുഭവം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അവരോടൊപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ആളായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ചെയ്തും ഓരോരുത്തർക്കും തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. കേരള ജനതയുടെ നല്ല മനസ്സ് കാണുന്നൊരു സമയം കൂടി ആണിത്. കാര്യം എല്ലാവരും ഒത്തൊരുമയോടുകൂടി വയനാടിന് വേണ്ടി കൂട്ടായ്മയോടുകൂടി പല രീതിയിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കിതെല്ലാം എന്താ പറയുക, നമ്മൾ അവരുടെ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെ അവർ സഹിക്കുന്നു എന്നുള്ളൊരു കാര്യം, ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്യാനും അവർക്ക് വീണ്ടും ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും ഒക്കെ ഉള്ള മനക്കരുത്ത് അവർക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അവരോടൊപ്പം ഒരു ഐക്യദാർഢ്യം തന്നെയാണ് എപ്പോഴും. വയനാടിനോടൊപ്പം തന്നെയാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അത്രയെങ്കിലും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ മനസ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. സാധാരണയായിട്ട് വട എന്ന് പറയുമ്പോൾ നമുക്ക് രസവടയുണ്ട്, ഉള്ളിവടയുണ്ട്, പരിപ്പ് വടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, ഇങ്ങനെ മാറി വരും. പിന്നെ കാരാവട, ഇങ്ങനെ മിക്സ്ഡ് വട, ഇങ്ങനെ പല വടയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ, എനിക്ക് തോന്നുന്നു മാജിക് അവനിൽ നമ്മൾ ഇറച്ചി വട വരെ കാണിച്ചു കഴിഞ്ഞു. പിന്നെ മുട്ട കൊണ്ടും നമുക്ക് വട ഉണ്ടാക്കാം. ഇന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് വടയാണ്. പക്ഷേ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വട. ഇതിനകത്ത് അവലും പൊരിയും എല്ലാം ചേർന്ന് വരുന്നൊരു വടയാണ്. പൊരി വട എന്നോ അല്ലെങ്കിൽ അവൽ വട എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മതി, നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ പൊരിവട ചേരുവകൾ: അവൽ 2 കപ്പ്, പൊരി 2 കപ്പ്, പച്ചമുളക് 2 എണ്ണം വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, ഒരു വലിയ സവാളയുടെ പകുതി, അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ, ബോംബെ റവ 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/2 കപ്പ്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർക്കാം. ഓക്കെ, നമ്മുടെ അവൽ, ഇത് വെള്ള അവലാണ്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരമൊന്നും വെള്ളത്തിൽ കുതിരേണ്ട ആവശ്യമില്ല, എന്നാൽ ഇച്ചിരി 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഊറ്റി മാറ്റാം. അതുപോലെ പൊരിയുടെ അകത്തും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊരി എന്ന് പറഞ്ഞാൽ പഫ്ഡ് റൈസ്, അവലെന്ന് പറഞ്ഞാൽ ബീറ്റൻ റൈസ്. ഇങ്ങനെ 2 ആയിട്ടാണ് വരുന്നത്. ഇത് സാധാരണ പൂജയുടെ സമയത്തൊക്കെയാണ് നമ്മൾ ഈ പൊരിയൊക്കെ എടുക്കുന്നത്. വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ തന്നെ അത് സോഫ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ അവൽ സോഫ്റ്റായി തുടങ്ങി. ഒരുപാട് സമയം വേണ്ട, എന്തായാലും ഇതങ്ങനെ സോഫ്റ്റ് ആകണം. ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കുതിർന്ന ഒരു ഫോമിൽ കിട്ടണം. 2-3 മിനിറ്റ്സ് ആണ് വരുന്നത്. ഇനി അവലിനെ ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് മാറ്റാം. ഇനി ഇതിങ്ങനെ കുതിർന്ന അവലായിട്ടിരിക്കട്ടെ. ഇനി അടുത്തത് പൊരിയും ഇതുപോലെ ഊറ്റി മാറ്റാം. അതും അത്യാവശ്യം കുതിർന്ന് കഴിയും. അപ്പോൾ കുതിർത്ത അവൽ 2 കപ്പായിരുന്നു. അതിങ്ങനെ കുതിർന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം വേണ്ട കേട്ടോ, 2-3 മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ട് ഊറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആകും. ഇനി ഇതുകൊണ്ട് 2 കപ്പ് പൊരി, പക്ഷേ അത് കുറച്ചുകൂടി കുറവായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, കുതിർത്ത് കഴിയുമ്പോൾ ചോറ് പോലെയാകും ആക്ച്വലി. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന്
ഉടച്ചെടുക്കാം. നല്ലതായിട്ട് കുഴഞ്ഞ രീതിയിൽ വരും. ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചേർത്ത് തുടങ്ങാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം വട്ടത്തിനരിഞ്ഞത്, ഒരു വലിയ സവാളയുടെ പകുതി, ഒരു 3-4 ടേബിൾ സ്പൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അരക്കപ്പോളം സവാള ചെറുതായി അരിഞ്ഞത്. പിന്നെന്താ കറിവേപ്പില, കുറച്ച് മല്ലിയില, അതൊക്കെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി കുറച്ച് ഉപ്പ്. ഇനി വീണ്ടും നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുഴഞ്ഞ് വരും. നമ്മുടെ വടയുടെ കാര്യങ്ങൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ കുഴഞ്ഞ് വരും. കാണുന്നുണ്ടല്ലോ, ഉരുട്ടിയെടുക്കാൻ പറ്റണം ആ രീതിയിൽ. അങ്ങനെ അവലും മലരും എല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സ്ചറായിട്ട് വരികയാണ്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ചേർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി, കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടാനായിട്ടാണ് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആദ്യം ചേർക്കാം. നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഊറ്റിയെടുക്കുകയാണെങ്കിൽ അതിൽ ഈർപ്പം കുറവായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പത്തോടു കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈർപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് തളിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ഒരു സോഫ്റ്റർ വേർഷനിലേക്ക് വരും. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോണത് 1 ടേബിൾ സ്പൂൺ ആദ്യം ബോംബെ റവ, വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ബോംബെ റവ ചേർക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കും ഇതുപോലെ. അപ്പോൾ ഏകദേശം വടയുടെ സെറ്റിങ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഓൾമോസ്റ്റ് നോക്കാം ഷേപ്പായിട്ട് വരുമോ നോക്കാം. ഏതാണ്ട് ഒരു ഉഴുന്നുവട സ്റ്റൈലിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. നടുക്കൊരു ഹോളിട്ടിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. വലിയ കുഴപ്പമില്ല, ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടണം, അത്രേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവറാണ് ചേർത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കും. 2 ടേബിൾ സ്പൂൺ റവയും ചേർത്തു. ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ആവശ്യാനുസരണം ഉപ്പ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. കഴിഞ്ഞു, മാവിൻ്റെ പരിപാടി കഴിഞ്ഞു. വടയുടെ ഡോ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. എണ്ണ ആ സമയം കൊണ്ട് ചൂടാക്കാനും വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവൽ പൊരി വട അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. ഞാനിപ്പോൾ ഉരുളകൾ ഉരുട്ടി തുടങ്ങി. ഈ ഉരുളകൾ റൗണ്ട് ഷേപ്പിലേക്ക് അടുത്ത സ്റ്റേജിൽ മാറും. ആദ്യം ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം, പിന്നെ അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ശരിക്കും ഒരു മാവ് പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ആവശ്യാനുസരണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു കുഴഞ്ഞ ഭാഗത്തിൽ കിട്ടണം. അപ്പോൾ ചിലപ്പോൾ ഒരു ഡ്രൈ ഫീലിംഗ് വരികയാണെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഇതിൽ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട്, ഇങ്ങനെ കുഴഞ്ഞ ഭാഗത്തിൽ കിട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ വട ഷേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഇങ്ങനെ വെടിച്ച് വരിക എന്ന് പറയില്ല, അതുപോലെ ലൈൻസ് വരും. അപ്പോൾ അത് വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഈർപ്പം വേണം. അതിങ്ങനെയാണ്. ഈർപ്പം കൂടിപ്പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ റവ ചേർത്താലും മതി. ഇതിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്. വടയുടെ ഇത് കംപ്ലീറ്റ് ഉരുട്ടി വെച്ചിട്ട് ഇതിന് എത്ര കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഉരുളകളെല്ലാം ഉരുട്ടി വെച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 17 വട നമുക്ക് കിട്ടും. പിന്നെ പരത്തുന്നത് രണ്ടാമത് പരത്താം. അപ്പോൾ ഇനി ഇച്ചിരി എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കും.
ഇതിപ്പോൾ ഞാൻ റൈസ് ബാൺ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലിന് പകരം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ റൈസ് ബാൺ ഓയിൽ വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും എണ്ണ ചൂടാകട്ടെ. ആ സമയം നമുക്കിത് വട ഇങ്ങനെ പരത്താം. ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളവും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കയ്യിൽ ജസ്റ്റ് ഒന്ന് തടവിയിട്ട് ഒരു ഉരുള എടുക്കുന്നു, ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പരിപ്പ് വടയുടെ ഷേപ്പാകും. ഇനി ഇതിനെ നടുക്കൊരു കുഴി ഉണ്ടാക്കാം. അപ്പോൾ ഉഴുന്ന് വടയുടെ ഷേപ്പാകും. ഒരു ഹോളുണ്ടാക്കിയിട്ട് യെസ്, റെഡി. ഇതിലേക്ക് വയ്ക്കാം. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എല്ലാം. ഒരല്പം വെള്ളം കയ്യിലെടുക്കുന്നു, തടവുന്നു, ഹോളുണ്ടാക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഒരു ഉഴുന്ന് വടയുടെ ഷേപ്പായിട്ട് വരും. അപ്പോൾ ഒരു ഫുൾ സെറ്റ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി വടകൾ ഓരോന്നോരോന്നായിട്ട് ഇടാം. എണ്ണ നല്ല ചൂടായിരിക്കുകയാണ്. അപ്പോൾ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കും. വട നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി അത് തിരിച്ചിടാം. ഓരോന്നോരോന്നായിട്ട് തിരിച്ചു വെക്കാം. കുറച്ചുകൂടി നല്ല കരുകരുപ്പായിട്ട് മൂത്ത് വരട്ടെ. രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ തീ ഇങ്ങനെ കൂട്ടിയും കുറച്ചും മീഡിയം ഫ്ലെയിം ആയിരിക്കും എപ്പോഴും നല്ലത്. കുറഞ്ഞു എന്ന് തോന്നിയാൽ കൂട്ടി കൊടുക്കുക, കൂടുതലാണെന്ന് തോന്നിയാൽ കുറച്ച് കൊടുക്കുക. നമ്മുടെ വടയെല്ലാം കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. എണ്ണയിൽ നിന്നും മാറ്റാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉഴുന്ന വട അല്ലാന്ന് ആരും പറയില്ല. അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒഴിച്ച എണ്ണയെല്ലാം അതിൽ തന്നെ ഉണ്ട്. കറക്റ്റായിട്ട് എണ്ണ വാലാൻ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ ചൂടായി കിടക്കുകയാണല്ലോ, ബാക്കിയിരിക്കുന്ന വടകളും വറുത്ത് കോരാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിയുമ്പോൾ 17 വടയും റെഡിയാകും. ഓക്കെ, അപ്പോൾ ഇനി ഇതും കൂടി അതുപോലെ ആക്കിയിട്ട് ഞാൻ ഫൈനലായിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ആദ്യത്തെ ലോട്ട് നല്ല മുരിച്ചെടുത്തു. പിന്നത്തെ എല്ലാം കുറച്ചുകൂടി കളർ കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് അധികം മൂപ്പിക്കുന്നില്ല. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കുറയും, ക്രിസ്പിനെസ് കൂടും. അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഉഴുന്ന വട പോലെ ഇരിക്കുന്ന അവൽ പൊരി വട റെഡി. ഈ വടയുടെ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ. ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയാണ്. ഈ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് മൊരിഞ്ഞ വട തന്നെ ഞാൻ മുറിച്ചില്ല. അതിൽ നിന്നൊരു അല്പം കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. ഒരു രക്ഷയില്ല, എക്സലൻ്റ് ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇത് നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. നല്ലൊരു എന്താ പറയുക, എന്ത് ചമ്മന്തി വേണമെങ്കിലും ആകാം. നമുക്കൊരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ സോസ് കൂട്ടി കഴിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ചമ്മന്തി ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ല, ഇത് ഒരുപാട് സ്പൈസി അല്ല, ആവശ്യത്തിന് സ്പൈസിയാണ്. പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പൈസി ആക്കാം. അപ്പോൾ നല്ലൊരു വെള്ളച്ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ എക്സലൻ്റ് ആയിരിക്കും. അല്ലാണ്ട് ഇത് നല്ല സ്പൈസി ആക്കിയിട്ട് കഴിച്ചാൽ ചമ്മന്തി പോലും വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.
ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്, ഒരു ഹൽവയാണ്. ഇതൊരു ടേസ്റ്റി ഹൽവയാണ്. ഇത് മധുരക്കിഴങ്ങ്, അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കുന്നതാണ്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റൂട്ടാണ്, കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതാണ്. ഫൈബറാണ്, ഫുൾ ഓഫ് ഫൈബറാണ്. അതിന് തന്നെ ഒരു മധുരമുണ്ട്. അതിനോടൊപ്പം നമ്മൾ കുറച്ച് പഞ്ചസാരയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഹൽവ എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമൊക്കെ വരുമല്ലോ, സ്വാഭാവികമാണ്. അതിനോടൊപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. അതൊരു ഡിഫറൻ്റ് ആയിരിക്കും, ഒരു ചെറിയൊരു കോക്കനട്ട് ഫ്ലേവറും കൂടി ചേർന്ന് വരുന്ന ഒരു ഹൽവ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധുരക്കിഴങ്ങ് തേങ്ങാ ഹൽവ. മധുരക്കിഴങ്ങ് 1 കിലോ ആവിയിൽ പുഴുങ്ങി തൊലി കളഞ്ഞ് മാറ്റി വെച്ചത്. തേങ്ങ 1 കപ്പ് തരിതരിപ്പായിട്ട് അരച്ചത്. ശർക്കര പൊടിച്ചത് 1 കപ്പ്. പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. നെയ്യ് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടെന്ന് പറയാം. ഇത് ഇത്ര പീസസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 4-5-6 പീസസ് ഉണ്ട്. 1 2 3 4 ഒരു 7-8 പീസ് ഉണ്ട് കേട്ടോ. ചെറിയ ഇങ്ങനെ ഓരോന്നായിട്ട് മുറിച്ച് ഒരു 3 വലിയ ഒരു മീഡിയം സൈസുള്ളതും അല്ലാത്ത ഒരു വലുതും ഒരു ചെറുതും ഉണ്ടായിരുന്നു. അതിനെ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് സ്റ്റീം ചെയ്തെടുത്തു. ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി. ഇനി ഇതിനെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മളുടെ ഹൽവ മേക്കിങ്ങിലേക്ക് ഞാൻ ഇറങ്ങുന്നു. സ്വീറ്റ് പൊട്ടറ്റോ ഇത് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചുവട് കെട്ടിയുള്ളൊരു പാത്രം ആദ്യം, അതിലേക്ക് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ, പശുവിൻ നെയ്യ് ആദ്യം ഒരു 2 ടീസ്പൂൺ. ഓക്കെ, ഇനി ഇതിലേക്ക് ഇത് ശർക്കര പൗഡർ, ജാഗറി പൗഡർ 1 കപ്പുണ്ട്, അത് ചേർക്കുന്നു. അതോടൊപ്പം ഒരല്പം വെള്ളം, 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇത് ഒട്ടും തന്നെ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുകയും ചെയ്യും. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയേ ഉള്ളൂ. ദേ ഇത് അരച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ അഥവാ നമ്മുടെ മധുരക്കിഴങ്ങ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മധുരക്കിഴങ്ങിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർക്കാം. തേങ്ങ അരച്ചത് ഇത് 1 കപ്പുണ്ട്, തരിതരിപ്പായിട്ട് അരച്ചെടുത്തത്. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാലും ഒക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നല്ല തീയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി റെഡിയായി വരട്ടെ. ഇതിപ്പോൾ നല്ല ലൂസായിട്ടുണ്ട്. ഇനി ഇത് ടൈറ്റായി വരും, പെട്ടെന്ന് തന്നെ ആകും. തീ കുറയ്ക്കുന്നില്ല, നല്ല തീയിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഹൽവ അതേ നോക്കിയേ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ടൈറ്റായി തുടങ്ങി. ഇനി ഈ ഒരു സ്റ്റേജിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഒരു ഗ്ലേസിങ്ങും കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് ഒരു 1/4 കപ്പ്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരും. കുറച്ചുകൂടി ഒരു കളറിനൊരു വ്യത്യാസം ഉണ്ടാവും, ഗോൾഡൻ കുറച്ചുകൂടി നല്ലൊരു കളർ വരും. മാത്രമല്ല ഒരു നല്ലൊരു തിളക്കവും ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് തുടങ്ങാം. കുറേശ്ശെ ആദ്യം ഒരു 2 ടീസ്പൂണാണ് ഒഴിച്ചത്. ഇപ്പോൾ ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ ആണ്, പശുവിൻ നെയ്യ്. നല്ല നെയ്യാണ് മിൽക്കി മിസ്റ്റിൻ്റെ, നല്ല ക്വാളിറ്റിയുള്ള നെയ്യ് തന്നെയാണ്. അപ്പം ഇങ്ങനെ നെയ്യ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പിന്നെ ഇത് ഉള്ളിലേക്ക് കയറും. അതിലേക്ക് ഇപ്പോഴേ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാൻ പോകുന്നു. ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്തു. ആഹാ, നല്ല മണം. അപ്പോൾ നെയ്യ് ചേർത്ത് നെയ്യ് അകത്തേക്ക് പോയി. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. 3 ടീസ്പൂൺ ഈക്വലൻ ടു 1 ടേബിൾ സ്പൂൺ.
കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വിട്ട് വരുന്നൊരു നല്ല രസമായിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരും. ഏതാണ്ട് ഹൽവ പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിട്ട് വരുന്നതാണ് ഒരു ഹൽവ പാകം എന്ന് പറയുന്നത്. കുറച്ച് നെയ്യും കൂടി ചേർക്കാം. വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യായി. പിന്നെ ആദ്യം 2 ടീസ്പൂൺ ചേർത്ത് 3 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ 1/4 കപ്പോളം നെയ്യ്. പിന്നെ ഒരു 2 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്തു. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസ് പിന്നെ എന്തെങ്കിലും എന്താ പറയുക ആൽമണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറുത്ത് ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ പ്രത്യേകം വറുത്തിട്ട് ലാസ്റ്റ് ഇതിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഹൽവ ഉണ്ടാക്കുകയാണ്. ആ ഇട്ട പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിച്ച് ഒരു ഗോൾഡൻ കളറായിക്കൊണ്ടിരിക്കും. ഇതിലിപ്പോൾ തേങ്ങയുടെ ഒരു ഫ്ലേവറും വരും, അതോടൊപ്പം സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു ടേസ്റ്റും വരും. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൽവയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. അതിൻ്റെ ലാസ്റ്റ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുകയാണെങ്കിൽ നെയ്യോടുകൂടി ഒഴിക്കില്ലേ, അതുപോലെ അണ്ടിപ്പരിപ്പില്ല, പക്ഷേ കുറച്ച് നെയ്യ് എടുത്ത് ഒഴിക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കും. കഴിഞ്ഞു. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. പാത്രം നല്ല ചൂടായി കിടക്കുകയാണ്. ഈ നെയ്യോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നെയ്യ് കിടക്കുന്ന രീതിയിലാക്കിയിട്ട് ജസ്റ്റ് ഒഴിക്കുന്നു. അത് മെൽറ്റായി ഇങ്ങനെ കിടക്കും. ഇതിൽ നിന്നും ഇതിങ്ങനെ തെന്നി മാറും, അതുപോലെ ആക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി എക്സസ് നെയ്യ് ഇങ്ങനെ മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഊറ്റി മാറ്റുകയും ചെയ്യും. ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ അതിമനോഹരമായ ഹൽവയായിട്ട് നമുക്ക് കഴിക്കാം. ഒരു ചെറു ചൂടോടുകൂടി കഴിച്ചാലും ഭയങ്കര സ്വാദായിരിക്കും. എന്തായാലും ഈ രീതിയിൽ എളുപ്പത്തിൽ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് കോക്കനട്ട് ഹൽവ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വടയാണ്, നമ്മുടെ അവൽ ആൻഡ് പൊരി വട. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് കോക്കനട്ട് ഹൽവയാണ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവലിലൂടെ കാണാം.